പാഠം 914 ചില മിനി കഥകൾ. ഈശ്വര, ഭ്രാന്തായോ? മോനേട്ടാ, ഭയങ്കര എഴുത്താണല്ലോ. എന്തത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? രാവിലെ മുതൽ എഴുതി തുടങ്ങിയതാണല്ലോ. ഇതിനെ മാത്രം ഇങ്ങനെ എഴുതണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് കുറച്ച് ഏകാഗ്രത വേണം. ഏകാഗ്രത? ഓഹോ. ഏകാഗ്രത വേണ്ടിയെടുത്ത് ഇതെന്തോന്ന്? കഥയാ? എന്താന്ന് പറ മോനട്ടാ. അല്ല, പെമ്പിള്ളേർക്കുള്ള പ്രേമലേഖനമാണോ? കളക്ടറുടെ ഒരു പുതിയ പരിപാടിയാ. പ്രേമലേഖനം എഴുതാൻ റവന്യൂ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഓരോ കഥകൾ എഴുതാൻ പറഞ്ഞു. അയ്യേ, നിങ്ങൾക്ക് കഥ എഴുതാൻ അറിയാമോ? അങ്ങനെ സങ്കല്പിച്ചെഴുതി ഉണ്ടാക്കുന്ന കഥയല്ല. ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഏറ്റവും ഓർമ്മയുള്ള ഒരു സംഭവം ഒരു കഥയുടെ രൂപത്തിൽ എഴുതണം. ഓരോ ആഫീസിൽ നിന്നുള്ള കഥയും താലൂക്ക് ഓഫീസിൽ എത്തിച്ചു കൊടുക്കുകയും വേണം. തഹസിൽദാർ നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയും അത് വായിക്കും. ഏറ്റവും നല്ല 3 കഥകൾക്ക് സമ്മാനം. അത് മാത്രമല്ല, കൂട്ടത്തിൽ സാഹിത്യ അഭിരുചിയുള്ള മിടുക്കന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും പറ്റുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് പല സാഹിത്യകാരന്മാരും തുടങ്ങിയിരിക്കുന്നത്. എന്റെ അതിനോട് പറയാൻ സൗകര്യമില്ല. അപ്പൊ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ അനുഭവമാണ്. അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടോ? പോ. എനിക്ക് ഇത് എഴുതി തീർത്തിട്ടാണ് ഓഫീസിൽ പോവാൻ. ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയൊക്കെ എപ്പോഴേ എഴുതി തീർത്തിട്ടുണ്ടാവും. ഓഹോ, അപ്പൊ ശിങ്കിടികൾ എല്ലാരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഉത്തം വിളിക്കണോ? ഞാനിതിന് തിരക്കിലാണ്. പോയിട്ട് വരാൻ പറ. ഉത്തമനോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ എഴുത്ത് മുടങ്ങും. നമസ്കാരം. നമസ്കാരം. സാർ അവിടെ അകത്തില്ലേ? ഒരു കാര്യം ഉണ്ടായിരുന്നു. സാർ ഭയങ്കര എഴുത്തിലാണ് ഉത്തമ. ഇപ്പൊ ആരും ശല്യപ്പെടുത്താൻ പാടില്ലെന്നാണ് സാറിന്റെ കൽപ്പന. ഉത്തമന്റെ ശബ്ദം കേട്ടപാടെ എന്നോട് പറഞ്ഞു, മോഹനേട്ടനെ ഒരു കാരണവശാലും ശല്യപ്പെടുത്തരുത് എന്ന് ഉത്തമൻ എടുത്തു എന്ന് പറയാം. അതെന്ത് എഴുത്താൻ നോക്കില്ലേ? താലൂക്ക് ഓഫീസിലേക്കുള്ള റിപ്പോർട്ട് വല്ലതും ആയിരിക്കും അല്ലേ? ഒരിക്കലുമല്ല. അപ്പൊ പിന്നെ കളക്ടറേറ്റിലേക്കുള്ള ഫയൽ വല്ലതും ആയിരിക്കും. പിന്നെന്താണ്? അയാൾ കഥ എഴുതുകയാണ്. ചെറുകഥയാണോ നോവലാണോ എന്ന് എന്നോട് ചോദിക്കരുത്. അതൊക്കെ എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കിയതിന് ശേഷം മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമാണ്. എനിക്ക് മനസ്സിലായില്ല. അയ്യോ, കളക്ടറുടെ ഒരു ഭരണ പരിഷ്കാരം. റവന്യൂ വകുപ്പിലെ ജീവനക്കാരന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാഹിത്യവാസന മാന്തി മാന്തി പുറത്തിടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. എനിക്ക് മനസ്സിലായില്ല. കഷ്ടം. സർക്കാർ ഓഫീസുകളിലെ അനുഭവങ്ങളിൽ ഏറ്റവും തീവ്രമായ അനുഭവം ഏതാണ് എന്നുള്ളത് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഒരു കഥയായി എഴുതുക. അത് താലൂക്ക് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുക. തഹസിൽദാർ നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റി അത് വായിച്ചു നോക്കും. എന്നിട്ട് ഏറ്റവും നല്ല കഥയ്ക്ക് ഒരു സമ്മാനം. എങ്ങനെയുണ്ട്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാക്കില്ലേ? അതെനിക്കറിഞ്ഞൂടാ. കളക്ടർ എടുത്ത് പോയി ചോദിക്കണം. മോഹനേട്ടന്റെ ആഫീസ് ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയും സുന്ദരവുമായ മുഹൂർത്തം ഓർത്തെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക. മോഹനേട്ടൻ മാത്രമല്ല, ശിശുപാലൻ ചേട്ടനും സ്വയംപ്രഭയും കാഞ്ചനയും എല്ലാം ഇപ്പൊ അവരവരുടെ വീടുകളിൽ ഇത്തരം മഹത്തായ രചനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ എനിക്ക് സാറിന് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുള്ളൂ വക്കീലെ. പഞ്ചായത്ത് മെമ്പർ ഗോപാലൻ കുട്ടിച്ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഉത്തമ, ഗോപാലൻ കുട്ടിച്ചേട്ടന് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ കഥ എഴുതുന്നതിന്റെ പാട് എന്റെ മോനിട്ടർ മാത്രമല്ലേ അറിയുള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ വക്കീലെ. ഞാൻ വന്നതിന്റെ കാര്യം വക്കീലൊന്ന് മോഹനേരി സാറിന്റെ അടുത്ത് പറഞ്ഞു നോക്ക്. സാറ് ചിലപ്പോ എഴുത്ത് നിർത്തി വന്നാലാ. ശരിയാണ്, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ പ്രതീക്ഷ തീരെ വേണ്ട. ഓക്കെ. വന്ന് കളക്ടർക്ക് തഹസീൽദാർക്കൊക്കെ വട്ടായ. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എഴുതുന്നത് പോലെയാണോ കഥ എഴുതുന്നത്? ഉത്തമന് മോഹനേട്ടനെ കണ്ടേ പറ്റുമെന്ന് അത്യാവശ്യമാണ് അത്രേ. പഞ്ചായത്ത് മെമ്പർ ഗോപാലൻ കുട്ടിച്ചേട്ടൻ പറഞ്ഞു വിട്ടാന്ന്. മനുഷ്യന് സ്വസ്ഥമായിട്ടൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല പറഞ്ഞ. പക്ഷെ ഒന്ന് ചെല്ല്. ഒരു നിമിഷം. ഇതെവിടെ കൊണ്ടുപോകണു? ഇതിവിടെ വെച്ചിട്ട് പോയാൽ നീ വായിക്കും. അത് വേണ്ട. വായിക്കാൻ കൊള്ളാത്ത സാധനമാണോ? സാറേ ഇവിടെ നമസ്കാരം. നമസ്കാരം സാറേ. ഗോപാലൻ കുട്ടിച്ചേട്ടനെ അത്യാവശ്യമായിട്ട് സാറിനെ കാണുമെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ സാറിനെ കാണാൻ നിർബന്ധം പിടിച്ചത്. എന്താ കാര്യം? പിന്നെ ആ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകു വശത്തുള്ള മതിൽ കെട്ടാൻ പോവുകയാണ്. ബാലകൃഷ്ണൻ ചേട്ടന്റെ പുരയിടത്തിനും പഞ്ചായത്ത് ഓഫീസിന്റെ സ്ഥലത്തിനിടയിൽ ഇപ്പൊ അതിര് തിരിച്ചിട്ടില്ല. നാളെ രാവിലെ കുറ്റിയടിക്കാൻ ഇരിക്കുകയാണ്. അതിനിടയില് ബാലകൃഷ്ണൻ ചേട്ടന് എന്തോ ചില അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പൊ ഗോപാലൻ കുട്ടിച്ചേട്ടൻ വിളിച്ചു പറയാണ്, കെ മോഹനേരി സാർ ഒന്ന് അളന്ന് തിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും തർക്കം ഉണ്ടാകില്ലല്ലോ എന്ന്. ഒരു കാര്യം ചെയ്യ്. വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ അതുവഴി വരാം. 5:10 പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിൽക്കാൻ ഗോപാലൻ കുട്ടിച്ചേട്ടനോട് പറഞ്ഞാൽ മതി. ശരി സാർ. സാറ് കഥ എഴുതിയാണെന്ന് വക്കീല് പറഞ്ഞു. കഥയല്ല, അനുഭവം. റവന്യൂ വകുപ്പിലെ ജീവനക്കാർ ഓഫീസിലെ അനുഭവങ്ങൾ എഴുതി തയ്യാറാക്കുന്നു. തഹസിൽദാരുടെ കമ്മിറ്റി അതെല്ലാം വായിക്കുന്നു. നല്ല എഴുത്തിന് സമ്മാനം കിട്ടും. കളക്ടറുടെ ബുദ്ധിയാ. സർക്കാർ ജീവനക്കാരുടെ സാഹിത്യത്തിലുള്ള താല്പര്യം അറിയുന്നതിനു വേണ്ടിയുള്ള ഒരു രീതി. പക്ഷേ സാറേ, ഞാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞ് സാറ് ദേഷ്യപ്പെടരുത്. എന്താ? ഇത് സർക്കാർ ജീവനക്കാരുടെ സാഹിത്യം നന്നാക്കാനുള്ള പരിപാടിയെന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു ബുദ്ധി ഇല്ലേ? എന്ത് ബുദ്ധി? ഇപ്പൊ സാറിന്റെ ഓഫീസിൽ 4 പേരുണ്ട്. ഒരാൾ എഴുതുന്നത് മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുമോ? ഒരിക്കലും. അങ്ങനെ വന്നാ ഒരാൾ എഴുതുന്നത് മറ്റൊരാൾ പകർത്തി എഴുതില്ലേ? ഓരോരുത്തരും എഴുതുന്നത് കവറിൽ എഴുതി ഒട്ടിച്ചാണ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഞാൻ അത് താലൂക്ക് ഓഫീസിൽ കൊണ്ടു കൊടുക്കും. തുറന്നു വായിക്കാൻ പറ്റുന്നത് തഹസിൽദാർക്ക് മാത്രം. ചുരുക്കി പറഞ്ഞ, സാറിനെ പറ്റി ഒരു പരാതി ഉണ്ടെങ്കിൽ അതൊരു കഥയാക്കി എഴുതി അനുഭവമാണെന്ന് പറഞ്ഞ് ശിശുപാലൻ ചേട്ടന് തഹസീൽദാരുടെ കയ്യിൽ കൊടുക്കാം. സാറേ, സാർ ആഫീസിൽ വെച്ച് പ്രഭസാറിനെയും കാഞ്ചന സാറിനെയും വഴക്ക് പറയുന്നത് കഥാരൂപത്തിൽ എഴുതി അവർക്കും താലൂക്ക് ഓഫീസിൽ എത്തിക്കാം. സാറേ, ഞാൻ ഇപ്പൊ പറഞ്ഞതിലൊരു അപകടമില്ലേ? എന്തായാലും സാറിനെ പറ്റിയുള്ള പരാതി ആയിരിക്കും അവർ 3 പേര് എഴുതാൻ പോണം. അവർക്കുണ്ടായ സങ്കടവും പ്രയാസവും കഥ പോലെ അവരെഴുതി കൊടുത്താൽ തഹസീൽദാരുടെ മുമ്പിൽ സാറിന്റെ മാനം പോവും. ഓരോ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി കളക്ടർ മനഃപൂർവ്വം ഒപ്പിച്ച പണിയായിരിക്കും ഇത്. നാട്ടുകാർക്ക് കെ മോഹനേരി സാറിനെ പറ്റി നല്ല അഭിപ്രായമായിരിക്കും. ഓഫീസിലുള്ളവർക്ക് അങ്ങനെയല്ല. അവരെ സാർ വഴക്ക് പറയും, കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കൂല, കൃത്യസമയത്ത് ഓഫീസിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അവർക്ക് സാറിനെ പറ്റി നല്ല അഭിപ്രായമല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ സാറേ? സാറും സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ശരി സാറേ, ഞാൻ ഗോപാലൻ കുട്ടിച്ചേട്ടൻ പറയാം. ശരി, 5:10.
എന്താ കഴിഞ്ഞ സാറേ താമസിച്ചത്? മണി കൃത്യം 10 ആയല്ലോ. ലോകത്തൊന്നും ഇല്ലാത്ത ഓരോ ഏർപ്പാടുകൾ ഉണ്ടാക്കി വെക്കുകയല്ലേ ആഫീസർമാര്. പിന്നെ എങ്ങനെയാ സമയത്തിന് ആഫീസിൽ വരുന്നത്? എന്തുപറ്റി? താലൂക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന മാഗസീനിലേക്ക് അനുഭവക്കുറിപ്പ് എഴുതണമെന്ന് പറഞ്ഞില്ലേ? വീട്ടിലെ സകല ജോലിയും തീർത്ത് ഇന്നലെ രാത്രി എഴുതാനിരുന്നപ്പോ പ്രഹ്ലാദൻ ചേട്ടന്റെ മുഖം വീർപ്പിച്ചു. ആഫീസിലെ കാര്യങ്ങളൊക്കെ ആഫീസിൽ മതി, വീട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എഴുത്ത് നിർത്തി കിടന്നുറങ്ങി. രാവിലത്തെ കാര്യം പ്രഫയ്ക്ക് അറിയാലോ. 8:30 പ്രഹ്ലാദൻ ചേട്ടൻ പോവാതെ എനിക്കൊരു അല്പം പോലും സാവകാശം കിട്ടില്ല. പ്രഹ്ലാദൻ ചേട്ടൻ ഇറങ്ങിയപ്പോഴാ എഴുതാനിരുന്ന്. തീർന്നപ്പം വൈകി. അല്ല, പ്രഫ എഴുതിയില്ലേ? എഴുതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നന്നായിട്ടുണ്ടോന്നാ സംശയം. അതിപ്പോ ഞാൻ എഴുതിയത് നന്നായിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും കഥ എഴുത്തല്ലല്ലോ നമ്മുടെ പരിപാടി. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആഫീസർമാർക്ക് ഓരോ നേരത്തെ ഓരോ പ്രാന്ത് വരുന്നതിന് നമ്മൾ എന്ത് പഴിച്ചു എന്ന്. ശിശുപാലൻ ചേട്ടൻ താമസിച്ചല്ലോ. എന്തു പറ്റി? ലേഖനം എഴുത്തായിരുന്നോ? ഓ, അതൊക്കെയാണോ വലിയ കാര്യം? ഇന്നലെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഞാൻ ബ്രാൻഡിക്കിടയ്ക്ക് ഒരു പൈൻറ്റ് വാങ്ങി. വീട്ടിൽ ചെന്ന് അതിൽ നിന്ന് 3 എണ്ണം അടിച്ചു. കടലാസും പേന എടുത്ത് ഒരൊറ്റ എഴുത്തം വെച്ചു. വലിയ വലിയ സാഹിത്യകാരന്മാരൊക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. ചാരായം കുടിച്ച് കഞ്ചാവും വരച്ചോണ്ടാ കഥകൾ എഴുതുന്നത്. എന്നിട്ട് ശിശുപാലൻ ചേട്ടൻ എന്ത് കഥയാ എഴുതിയത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. പക്ഷെ എഴുതി തീർന്ന പാടെ സംഗതി എടുത്ത് ഈ കവറിനകത്ത് ഏറ്റി ഒട്ടിച്ചു. രാവിലെ കെട്ടിറങ്ങി കഴിയുമ്പോ വായിച്ചു നോക്കിയിട്ട് കുറ്റബോധം തോന്നരുതല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് വട്ടം കൂടി ഒരു ചർച്ച? അല്ല, നമ്മുടെ അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് പറയായിരുന്നു. എല്ലാവരും എഴുതിയോ? എഴുതി സാർ. ഒരു കവറിലിട്ട് ഒട്ടിച്ചു വെച്ചേക്കൂ. 11 മണിയാകുമ്പോൾ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകും. അപ്പൊ തന്നു വിടണം. ശരി സാർ. സത്യം പറഞ്ഞ എനിക്ക് പേടിയുണ്ടായിരുന്നു പ്രഫേ. നമ്മൾ എഴുതുന്നത് മോനേഷ് സാർ എങ്ങനെ വായിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെന്താ, വല്ല കുഴപ്പവും പിടിച്ച സംഭവമാണോ കാഞ്ഞിന സാർ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ എഴുതിയിരിക്കുന്നത് മോനേഷ് സാർ വായിച്ചാ പിന്നെ എന്നെ ഇവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അത് കവറിലിട്ട് ഒട്ടിച്ചു. ഇനിയിപ്പോ താലൂക്ക് ഓഫീസിലുള്ളവർ ഇത് വായിച്ചിട്ട് മോനേഷ് സാറിനോട് പറഞ്ഞു കൊടുക്കോ പ്രഫേ? പറഞ്ഞു കൊടുക്കൂ. സഹദേവൻ സാറുമായിട്ടൊക്കെ സാറിന് വലിയ അടുപ്പം. ഏയ്, ഒക്കെ താൽ സാറ് നേരിട്ടുള്ള ഇടപാടാ. സഹദേവൻ സാറിനത് വായിച്ചു നോക്കാൻ പറ്റില്ല. അതുപോട്ടെ, ഇത്ര പ്രശ്നം ഉണ്ടാവാൻ പ്രൊഫസർ എന്താ എഴുതിയത്? അതൊന്നും ഞാൻ പറയൂല. പറയാവുന്ന അത്രയും ഞാൻ പറഞ്ഞല്ലോ. എഴുതിയത് മോനേഷ് സാർ വായിച്ചാ പിന്നെ എന്റെ കാര്യം തീരുമാനമാവുന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും എന്നെക്കാൾ ഭേദമായിരിക്കും പ്രഭ. ഞാൻ എഴുതിയത് സാറ് വായിച്ചാ പിന്നെ രാജിവെച്ച് പോവേ വഴിയുള്ളൂ. സംഭവം അത് തന്നെ. കിട്ടിയ അവസരം ഉപയോഗിച്ച് എനിക്കിട്ട് പാര വെക്കാനാണ് 3 പേരുടെയും പരിപാടി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, കിട്ടുന്ന അവസരം ഒരു മുതലാക്കൊന്ന്. സാറിനോടുള്ള സകല ദേഷ്യവും അവര് കഥയാക്കി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാല് തഹസീൽദാർ ഈ കത്തൊക്കെ സാറിന് കാണിച്ചു തന്നാലും അവരൊഴിയും. അവരെഴുതിയല്ല എന്ന് പറഞ്ഞിട്ട് സാറ് പോലും അറിയാതെ സാറിനെ പറ്റിയുള്ള പരാതികൾ അവര് തഹസീൽദാരുടെ അടുത്ത് എത്തിക്കാൻ അവര് കണ്ടുപിടിച്ച വഴിയാണിത്. ഇനിയിപ്പോ എന്ത് യുദ്ധമാ? ഇത് തുറന്ന് വായിക്കണം സാറേ, അപ്പൊ അറിയാലോ സംഭവം എന്താണെന്ന്. അതെങ്ങനെ യുദ്ധമാ? ഇത് ഒട്ടിച്ച കവറല്ലേ സാറേ? ഇത് ഇരുമ്പിന്റെ കവറൊന്നും അല്ലല്ലോ, കടലാസിന്റെ കവറല്ലേ. അത് കീറിയിട്ട് നമ്മൾ കഥ എടുത്ത് വായിക്കുന്നു. എന്നിട്ട് വേറെ ഒരു കവർ വാങ്ങിച്ചതിന് ശേഷം കഥ അതിനകത്തിട്ട് ഒട്ടിച്ച് താലൂക്ക് ഓഫീസിൽ കൊടുക്കുന്നു. ഇതൊക്കെ ആരറിയാം സാറേ? അതൊക്കെ മോശമല്ലേ ഉത്തമ? സാർ അത് ചെയ്തില്ലെങ്കിലാണ് മോശം. സാറിന്റെ മാനം പോകൂലേ? അതിങ്ങോട്ട് സാർ ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇതാരുടെയാ? ശിശുപാലൻ സാറിന്റെ. ശിശുപാലൻ വെള്ളം അടിച്ചിട്ട് എഴുതിയല്ല, എഴുതിയൊക്കെ മറന്നുപോയെന്നും പറയുന്ന കേട്ടു. ഓ, നോക്കട്ടെ.
കഥ. ഞാൻ ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ പരിചയക്കാരൻ തോമസ് കുട്ടി ഓഫീസിലേക്ക് കയറി വന്നത്. വന്നപാടെ തോമസ് കുട്ടി എന്റെ ചെവിയിൽ പറഞ്ഞു, ഞാൻ ഒരു പൈന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ശിശുപാല ചേട്ടന് തരാനാണ് എന്ന്. അപ്പോ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. അങ്ങനെ ഞാൻ ആരും കാണാതെ കുപ്പി വാങ്ങി അലമാരയിലെ ഫയലിനിടയിൽ വച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാഞ്ചന സാർ ഇതൊന്നും അറിയാതെ ആ ഫയൽ എടുത്തു. കുപ്പി താഴെ വീണ് കിളിച്ച് പിടിച്ച് കിളിച്ച് എന്ന സൗണ്ടിൽ പൊട്ടി. എനിക്കെന്റെ ഹൃദയം തകർന്നതുപോലെ തോന്നി. ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലെ സങ്കടപ്പെട്ട മറ്റൊരു സംഭവം ഇല്ല. സാറേ, ഇത് പ്രശ്നമൊന്നും ഇല്ലെന്നേ. സാറിനെ പറ്റി ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. അടുത്തേത് പിന്നെ സ്വയംപ്രഭ. സ്വയംപ്രഭ എഴുതിയത് എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് ഞാനും സ്വയംപ്രഭയും തമ്മിൽ വഴക്കുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണാ? നോക്കട്ടെ. ഒരു സ്വപ്നത്തിന്റെ കഥ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം വില്ലേജ് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. മോഹനേഷ് സാറും മുറിയിൽ, ഞാനും ശിശുപാലൻ ചേട്ടനും കാഞ്ചന സാറും ഓരോന്ന് സംസാരിച്ചിരുന്നു. ഇതിൽ സംഭവമൊന്നും ഇല്ല സാറേ. ഉണ്ട് സാറേ. ദുരിതാശ്വാസമായി സർക്കാർ അനുവദിച്ച പൈസ കിട്ടാതിരുന്ന ശേഖരൻ ചേട്ടൻ ആഫീസിലേക്ക് വന്നു. തനിക്ക് പൈസ കിട്ടിയില്ല എന്ന കാര്യം പറഞ്ഞ് ശേഖരൻ ചേട്ടൻ പൊട്ടിക്കരഞ്ഞു. മോഹനേഷ് സാർ ഇറങ്ങി വന്ന് ശേഖരൻ ചേട്ടനെ ആശ്വസിപ്പിച്ചു. എത്രയും പെട്ടെന്ന് കടലാസുകൾ ശരിയാക്കണമെന്ന് എന്നോട് കാഞ്ചന സാറിനോടും പറഞ്ഞിട്ട് മോഹനേഷ് സാർ പോക്കറ്റിൽ കിടന്ന ഒരു 2000 രൂപ ശേഖരൻ ചേട്ടന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ തെറ്റിന് പ്രായച്ചിത്തമായി ഇത് കാണണം, കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കൂ എന്നും പറഞ്ഞു. ആ സംഭവം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. മാത്രവുമല്ല, പിന്നെ മോഹനേഷ് സാറ് കല്യാണം കഴിക്കാത്ത ആളായിരുന്നെങ്കിൽ എനിക്ക് സാറിനോട് പ്രേമമാണെന്ന് ഞാൻ പറഞ്ഞേനെ. എന്റെ സ്വപ്നങ്ങളിലെ ഭർത്താവാണ് കെ മോഹനേഷ് സാർ. എനിക്ക് വയ്യ. അപ്പോ ഇത് കാരണമാണ് സ്വയംപ്രഭ സാറ് പറഞ്ഞത് സാർ ഇത് വായിച്ചാ പ്രശ്നമാകുമെന്ന്. സാറേ, ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സാറേ, ഇതാണ് സൂക്ഷിക്കേണ്ടത്. കാഞ്ചന സാറിനാണ് സാറിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. എന്റെ അനുഭവ കഥ. അനുഭവോ? ഓ, അനുഭവം എന്നായിരിക്കും കേട്ടോ സാറേ. ഒരു ദിവസം ഞാൻ വില്ലേജ് ഓഫീസിലെ ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്തിലാണ് ഇത് കാഞ്ചന സാർ എഴുതിയല്ലേ? മോഹനകൃഷ്ണ സാർ വന്നത് സാറിന്റെ മുഖമായിരിക്കും ഗായ എഴുതിയിരിക്കണേ. കണ്ടപ്പോഴേ എനിക്ക് തോന്നി പ്രശ്നമാണെന്നായിരിക്കും സാറേ.
അത് തന്നെ. ഇത് വായിക്കുന്നതിന് ഭയങ്കര പ്രശ്നമാ. സാറേ കാഞ്ചന സ്കൂളിലൊന്നും പോയിട്ടില്ലേ? ഓ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അല്ലേ പഠിച്ചത്? അതായിരിക്കും മലയാളം നന്നായിട്ട് വഴങ്ങാത്തത്. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? കറക്റ്റ് അക്ഷരങ്ങളല്ല സാറേ. ഇതിലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിലുണ്ടല്ലേ? അപ്പൊ അതാണ് കാഞ്ചന പറഞ്ഞത്, കാഞ്ചന എഴുതിയത് ഞാൻ വായിച്ചാൽ കാഞ്ചന രാജിവെക്കേണ്ടി വരും എന്ന്. ആ അതാണ് അക്ഷരത്തെറ്റ്. മലയാളം അറിഞ്ഞൂടാ. എന്റെ സാറേ ഇതിലൊന്നും പേടിക്കാനില്ല. സാറിനെ പറ്റി നാട്ടുകാർക്ക് മാത്രമല്ല ആഫീസിലുള്ളവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. ഞാനേ സാറേ 3 പുതിയ കവർ വാങ്ങി ഇത് കവറിലാക്കി ഒട്ടിച്ചു തരാം. അതുകൊണ്ട് സാറിന്റെ കഥ എവിടെ? ഇത് നോക്കട്ടെ. ഇതിനകത്ത് ഭദ്രമായിരിപ്പുണ്ട്. ഈ കഥയുടെ കാര്യം ഉത്തമൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഭാമേ, ചായ. എന്താ നീ ഇന്ന് ചായ നേരത്തെ ഇട്ടോ? മോഹനേട്ടൻ വരുന്ന സമയം എനിക്കറിയാലോ. വരുമ്പോ തന്നെ ചായ കുടിക്കട്ടെ എന്ന് കരുതി. ചൂടുണ്ട്. എന്തൊരു പതിവില്ലാത്തൊരു സ്നേഹം. അതവിടെ നിക്കട്ടെ. കഥ എഴുതി താലൂക്ക് ഓഫീസ് കൊടുത്തിട്ട് എന്തായി? അത് തഹസിൽദാർ വായിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. സമയമുണ്ട്. 1 or 2 ആഴ്ച കഴിഞ്ഞേ സമ്മാനം ആർക്കാണ് എന്ന് പറയാൻ പറ്റും. മോഹനേട്ടൻ എഴുതി എന്താന്ന് പറ. എനിക്കാണെങ്കിൽ അതറിയാഞ്ഞിട്ട് ഒരു രസവും. ആഫീസിൽ മോഹനേട്ടൻ അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എന്ത് സംഭവം ഉള്ളത്? എന്തൊക്കെ ഇരിക്കുന്നു. ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത 100 കണക്കിന് കാര്യങ്ങളുണ്ടാവും. അല്ല അതിന്റെ വക്കീൽ ഓഫീസിനൊക്കെയല്ല. അപ്പൊ കാര്യം എന്താന്ന് എന്നോട് പറയൂല? നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് വില്ലേജ് ഓഫീസിലെ കാര്യമല്ലേ. പക്ഷെ ആ കഥയിൽ ഞാനുണ്ടല്ലോ. രാവിലെ ഭാമയോട് പിണങ്ങി ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങിയത്. ഇനി മീനൊന്നും കഴിക്കില്ല എന്നും പറഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയായിരുന്നു ലക്ഷ്യം. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് പ്രഖ്യാപിച്ച ഹർത്താലിന്റെ കാര്യം അറിഞ്ഞത്. ഒരൊറ്റ കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. വിശന്ന് തളർന്ന് ഓഫീസിലെത്തി. ഉച്ചയായപ്പോഴേക്കും ക്ഷീണം കൂടി. വിശപ്പ് മൂത്തപ്പോ ശിശുപാലനോട് കാര്യം പറഞ്ഞാലോ എന്നുപോലും ആലോചിച്ചു. ഓഫീസിലെ ജോലി തിരക്കം കൂടുതലായിരുന്നു. അപ്പോഴാണ് എനിക്കുള്ള ഭക്ഷണവുമായിട്ട് ഭാമ വന്ന് കയറിയത്. ഹർത്താലാണെന്ന് അറിഞ്ഞപ്പോ വാശിയെല്ലാം കളഞ്ഞ് അവള് ഭക്ഷണവുമായിട്ട് ഓടിയെത്തിയതായിരുന്നു. അതോർക്കുമ്പോ ഇന്നും എന്റെ കണ്ണ് നിറയുന്നു. എന്താ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. മോഹനേട്ടൻ കൊണ്ടുപോയി കൊടുത്ത കഥ വായിച്ചിട്ടേ തഹസിൽദാറിനെ കണ്ണു നിറഞ്ഞെന്നാ പറഞ്ഞത്. എന്നെ വിളിച്ച് അത് മുഴുവനും വായിച്ചു കേൾപ്പിച്ചു. അപ്പോ പുറമേ കാണുന്ന ഈ മത്സരപ്പെടുത്തുവേ ഉള്ളൂ. ഉള്ളിൽ റോസാപ്പൂ പോലെ മൃദുലമാണല്ലേ. മോഹനേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ. ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കാതെ പറ്റുമോ? ഇനിയിപ്പോ 1ാം സമ്മാനം ആർക്കാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെന്റെ മോഹനേട്ടൻ തന്നെ. പക്ഷേ സമ്മാനത്തിന്റെ പാതി എനിക്ക് വേണം. ഞാനാണല്ലോ കഥയിലെ നായിക. പകുതിയാക്കണ്ട, മുഴുവൻ നീ എടുത്തോ. കഥ എഴുതുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്നതാണ് സത്യം. ജീവിതാനുഭവങ്ങളെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് കടലാസിലേക്ക് പകർത്തിയാൽ കഥയായി. ഭാര്യയോടുള്ള സ്നേഹം കഥയിൽ ഒതുക്കി ജീവിക്കുന്ന വില്ലേജ് ഓഫീസർ ഇനിയെങ്കിലും ആ സ്നേഹം നേരിൽ പ്രകടിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.